അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരാഴ്ച പൂർത്തിയാവുകയാണ്. മാത്രമല്ല ഇന്ന് രാവിലെ അർജുൻ്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഒരു പരിധിവരെ വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. ഇന്നുകൂടെ കാക്കും, ഇനി വയ്യ, മുന്നോട്ട് പോകാൻ തങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന നിരാലംബരായ ആളുകളുടെ വാക്കുകൾ പോലെ ആണ് അവർ സംസാരിച്ചത്. സാധാരണ ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു വ്യക്തി എന്ന് ഞാൻ മനസ്സിലാക്കിയ ആളായിരുന്നു അഞ്ജു. പക്ഷേ അഞ്ജു ആകെ തളർന്നിരിക്കുകയാണ്. കുടുംബത്തിലെ മറ്റംഗങ്ങളും വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കഴിഞ്ഞ 6 ദിവസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന വിശ്വാസം, ഒരു തരി വിശ്വാസം അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ ഈ ദുരന്ത മേഖലയിലുണ്ട്. അർജുനുമായിട്ടേ ഞങ്ങൾ മടങ്ങി വരൂ എന്നും ജിതിൻ അഞ്ജുവിനെ വിളിച്ചു പറഞ്ഞു. അതിനോടൊപ്പം തങ്ങൾക്കൊപ്പം നിന്ന സർക്കാരിനും പ്രതിപക്ഷ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും അഞ്ജു നന്ദി അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കർണാടക PCC ജനറൽ സെക്രട്ടറി ഷഹീദ് അർജുൻ്റെ വസതിയായിട്ടുള്ള കണ്ണാടിക്കലിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനെത്തിയിരുന്നു. സന്ദർശന വേളയിൽ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. 2 ദിവസം രക്ഷാദൗത്യം വൈകി എന്ന കുടുംബത്തിൻ്റെ ആരോപണം അദ്ദേഹം പാടെ തള്ളി. കേരളവും കർണാടകവും രണ്ടും രണ്ടാണ് എന്ന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. മറ്റൊരു കാര്യം, സേന, അതായത് ഇന്ത്യൻ സൈന്യം തിരച്ചിലിന് വരണം എന്നൊരു ആവശ്യം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ മുതൽ ഇന്ത്യൻ ആർമി രക്ഷാദൗത്യം ഏറ്റെടുക്കുകയുണ്ടായി. പക്ഷേ നേരത്തെ NDRFും അതുപോലെ തന്നെ കർണാടക പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉപയോഗിച്ചിരുന്ന തിരച്ചിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയും ഈ അന്വേഷണം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കർണാടക റവന്യൂ മിനിസ്റ്ററുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 99% അർജുന് ഉൾപ്പെടുന്ന ലോറിയും മണ്ണിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് സമീപത്തുള്ള ഗംഗാവലി പുഴയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺകൂനയ്ക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘവും അതുപോലെ തന്നെ മറ്റ് അധികാരികളും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പല പരിശോധനകളും ആ ഭാഗത്ത് ഉന്നയിച്ചുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയൊക്കെ രൂപമെടുത്തിരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ജനകീയ കൂട്ടായ്മയുടെ ഒക്കെ പിന്തുണയും സഹകരണവും ഒക്കെ ഇപ്പോഴും ആ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. അവരൊക്കെ ഒപ്പം ഉണ്ടാവുമല്ലേ? തീർച്ചയായും മൂർത്തി, ജനകീയ കൂട്ടായ്മ സേവ് അർജുൻ ഫോറം എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ ഇവിടെ തണ്ണീർപന്തലിലും അതേപോലെ കണ്ണാടിക്കൽ മേഖലയിലും ഇന്നലെ മുതൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ തണ്ണീർപന്തലിൽ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ നടക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇന്നലെ തൃശ്ശൂരിൽ ലോറി ഡ്രൈവർമാരുടെ ഒരു മുട്ടിൽ കുത്തിയുള്ള പ്രതിഷേധവും ഈ രക്ഷാദൗത്യം നീളുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ശരി, ആശംസയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീധരൻ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. അവിടെ നിന്നും ശ്രീധരൻ, ദൗത്യം ആരംഭിച്ചോ? പ്രതികൂല കാലാവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ? മഴയ്ക്ക് ശമനമുണ്ടോ? മോത്തി, ദൗത്യം ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ പുറത്താണ് നിൽക്കുന്ന ബാരിക്കേഡിന്. ഇപ്പോൾ അകത്ത് നമുക്ക് രഞ്ജിത്തിനെയോ അല്ലെങ്കിൽ MK രാഘവൻ MP അകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തെയോ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ഇന്നത്തെ ദൗത്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിന് ഒന്ന് ശ്രമിക്കണം എന്നാദ്യം പറയട്ടെ. MK രാഘവൻ MP അകത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആർമി വാഹനം ഇവിടെ നിന്ന് പോയിട്ട് ഏതാണ്ട് സമയം ഒരു അരമണിക്കൂറിൽ മേലെയായിട്ടുണ്ട്. നിലവിൽ NDRF സൈന്യം അവിടെ നേരത്തെ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ദൗത്യം ആരംഭിക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. ഏതായാലും പെട്ടെന്ന് തന്നെ ദൗത്യം ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടേക്ക് പോയിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ ദൗത്യം ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്തിരുന്നു. അത് വല്ലാത്തൊരു ആശങ്ക സൃഷ്ടിച്ച ഒരു കാര്യമാണ്. ഏതായാലും ഈ മഴ മാറി ഇങ്ങനെ നിന്നാൽ അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കിട്ടാൻ കാരണമാകും. ഇന്ന് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ
മണ്ണ് ഇനിയും ഒരുപാട് നീക്കാനുണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അവർ ലാൻഡിലുള്ള പ്രതീക്ഷ തന്നെയാണ്, അതായത് മണ്ണിനടിയിൽ തന്നെ ലോറിയുണ്ട്, ട്രക്കുണ്ട് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഇന്ന് സമാന്തരമായി തന്നെ തെരച്ചിൽ നടത്താനാണോ അവരുടെ പദ്ധതി? അതായത് കരയിൽ മണ്ണ് മാറ്റിയുള്ള രക്ഷാദൗത്യവും ഒപ്പം തന്നെ പുഴയിലിറങ്ങിയുള്ള ദൗത്യവും രണ്ടും ഒരുമിച്ച് തന്നെ നടക്കുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഈ കരയിലെ മണ്ണ് നീക്കുന്ന കാര്യം നോക്കുമ്പോൾ പറയുമ്പോഴും പോലും തൊട്ടപ്പുറത്ത് ഈ വെള്ളത്തിലെ ദൗത്യവും ഈ നദിയിൽ ഇറങ്ങിയുള്ള പരിശോധനയൊക്കെ മുങ്ങൽ വിദഗ്ധരൊക്കെ കൊണ്ടുവന്നുള്ള പരിശോധനയൊക്കെ അവിടെ നടത്തിയിരുന്നു. ഇന്ന് കൂടുതൽ, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാണ് നേവിയുടെ പ്രത്യേക സംഘം, ഗോവയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയിരുന്നു. അവർ ഈ വലിയ കുത്തൊഴുക്കാണ്, നമുക്ക് ആ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ മൂത്തി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വലിയ കുത്തൊഴുക്കാണ് ആ പുഴയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പുഴയിൽ ഇറങ്ങി പരിശോധിക്കുന്നതിന് സാധാരണയുള്ള ഡെങ്കി ബോട്ടുകൾ പോരാ, കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുള്ള ബോട്ടുകൾ വേണ്ടിവരും. അതിനാൽ കൂടുതൽ സംവിധാനങ്ങൾ അവിടെ ആവശ്യമാണ്. അതിനാൽ ഇന്നലെ നേവി എത്തിയിട്ടുണ്ട്. ഈ കൂടുതൽ റഡാറുകൾ ഒക്കെ ഉപയോഗിച്ച്, വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന റഡാറുകൾ ഉപയോഗിച്ചൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഇന്നും ആ പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ് രഞ്ജിത്ത് പറയുന്ന നൽകുന്ന വിവരമനുസരിച്ച് മനസ്സിലാകുന്നത്. അതായത് ഒരേ സമയം കരയിലും അപ്പുറത്ത് വെള്ളത്തിലും പരിശോധനകൾ തുടരുന്നുണ്ട്, ഇന്നും സമാന്തരമായി തന്നെ തുടരുന്നുണ്ട്. ഏതായാലും അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ഏകപക്ഷീയമായി ഇന്നലെ കർണാടക സർക്കാർ പറയുന്ന പോലെ ഈ വെള്ളത്തിലെ പരിശോധന മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് മുഴുവൻ ഒരു റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അതിനാൽ ഈ രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് മണ്ണുമാറ്റിയുള്ള പരിശോധന തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിലെയും പരിശോധന തുടരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഈ പരിശോധനയുടെ ആദ്യ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിലവിൽ 101 കെ രാഘവൻ MP-യെ ടെലിഫോണിൽ കണക്ട് ചെയ്യാൻ സാധിച്ചാൽ അത് കൂടുതൽ ഉപകാരപ്രദമാവുകയും ചെയ്യും. ഏതായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും ശ്രീധരൻ ഇവിടെ നിന്ന് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ ഗീതു ജോണി ഉറപ്പായിട്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി ആൾക്കാരെ ബന്ധപ്പെട്ട് അവിടുത്തെ ഇപ്പോഴത്തെ രക്ഷാ ദൗത്യത്തിന്റെ പുരോഗതി എങ്ങനെയുണ്ട്, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പദ്ധതികൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ശ്രീധരൻ. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരെ കുറിച്ചൊക്കെ ഈ ഉന്നതരൊക്കെ വരുമ്പോൾ മാത്രം ഈ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് കൂട്ടത്തോടു കൂടി ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കണ്ടു എന്ന്. ഇപ്പോൾ സ്ഥലത്ത് അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും, SP-യോ കളക്ടറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കളക്ടറോ പോലെ ആരെങ്കിലും ആ സ്ഥലത്തുണ്ടോ? നിലവിൽ കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി നമ്മൾ ഈ ബാരിക്കേഡിന് പുറത്ത് നിൽക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് ഏകോപന ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊന്നും അകത്തേക്ക് പോയിട്ടില്ല. അതായത് ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയയോ അല്ലെങ്കിൽ SP കാർവാർ നാരായണനോ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഏകോപനത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അതായത് ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ പോലീസിൻ്റെയോ ഭാഗത്തുനിന്ന് ഇതുവരെ പോയിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെയൊക്കെ സന്ദർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ വരികയും കൂട്ടത്തോടെ പോവുകയൊക്കെ ചെയ്തത്. ഏതായാലും അവരൊന്നുമില്ലെങ്കിലും രക്ഷാപ്രവർത്തനം നടക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആർമി വന്നത് വല്ലാത്ത ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവർത്തനങ്ങൾക്ക് ഒരു വേഗം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഏവരും പങ്കുവെച്ചുകൊണ്ട്